ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡേറ്റാസ് ഉണ്ട്. ഇന്ത്യയുടെ റുപ്പി ഓൾ ടൈം ലോയിലാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോളറിൻ്റെ പ്രൈസ് ഏറ്റവും ഉയരത്തിലാണ്. 97 മേളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് IT കമ്പനികൾക്ക് നല്ലൊരു സിറ്റുവേഷൻ കൊടുക്കുമെങ്കിലും ബാക്കി ഇന്ത്യൻ എക്കോണമിക്ക് അത് വളരെ ബാഡായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ബാങ്കിങ് സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെയും നിഫ്റ്റി ബാങ്കിങ് സെക്ടർ വീഴുന്നിരുന്നു. IT സെക്ടർ അത്യാവശ്യം കയറി നിന്നത് കാരണം ആ വീഴ്ചയുടെ ആഘാതം ഇച്ചിരി കുറവായിരുന്നു. എന്നാലും ഇന്ന് നമ്മൾ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ്. ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ അതിരാവിലെ ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അത് ഒരു 50-60 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡിലാണ്. തൽക്കാലം അത് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പൺ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വന്നാൽ പോലും 450 റേഞ്ചിലായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഇന്ന് നമുക്ക് വാച്ച് ചെയ്യാനുള്ള ലെവൽസ് ഞാൻ പറയാം. അതിൻ്റെ കൂടെ യുദ്ധത്തിൻ്റെ ഭീതി അവസാനിക്കുന്നില്ല, അത് വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം എടുത്തിട്ടും മാർക്കറ്റിന് മേളിലേക്ക് കയറാൻ പറ്റുന്നില്ല. സ്റ്റിൽ നമ്മുടെ ഫോളിംഗ് വെഡ്ജിനുള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യാണ്. മേളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വലിയ പൊസിഷൻ എടുക്കാം. 23,800 മേളിലെങ്കിലും വന്നാൽ വലിയ പൊസിഷൻ എടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ 1-2 കുഞ്ഞ് പൊസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിൻ്റെ 1/3 ക്വാണ്ടിറ്റി ഞാൻ അവിടെ മേടിച്ചിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ മാർക്കറ്റ് ഒന്ന് താഴെ വന്നപ്പോൾ നല്ല കുറച്ച് സ്റ്റോക്സ് കുറച്ച് കാശിന് മേടിച്ചു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. കണ്ടിട്ട് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ കയറാൻ സാധ്യതയുള്ള IT സെക്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ITയും വേറെ 1-2 സെക്ടേഴ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് എങ്ങനെ ബുള്ളിഷ് ആവുകയാണെങ്കിൽ ആ പൊസിഷൻ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്ത് തരാം. അടുത്തത് മാർക്കറ്റിലെ ലെവൽസ് എന്ന് പറയുന്നത് ഇന്ന് 23,600 ഏറ്റവും നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ വരെ ഓക്കെ ആയിരുന്നു. ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ താഴെയാണ്. 550, 440 ഇത് ഈ ഒരു ബോക്സിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്നെങ്കിലും സപ്പോർട്ട് എടുക്കേണ്ട മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ഈ വളരെ കുറച്ച് ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളിൽ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനൊരു ട്രയാങ്കിൾ അവിടെ കിടപ്പുണ്ട്. സോ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളിൽ തൽക്കാലം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 23,440 അവിടെ നിൽപ്പുണ്ട്. 350 ആൻഡ് 240 ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുക. ഇത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് 2 ലെവലാണ് ഇമ്പോർട്ടൻറ്റ്. 23,240യും മേളിലേക്ക് 23,880 ഓർ 800 റേഞ്ചിലാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഏരിയക്കുള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ന് ലോവർ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡ് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുക. അപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ഒരു നെഗറ്റീവ് സൈഡിൽ നിൽപ്പുണ്ട്, എന്നാൽ അടുത്ത ലെവലുകൾ നോക്കി കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുക. ഒരു തൊട്ട് മേളിലത്തെ ലെവലിൽ ഒരു SL കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് വേറെന്താണ്, ഇറാൻ US യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ കുറച്ച് ഇങ്ങ് നീട്ടി കൊണ്ടുപോവുകയാണ്. അറിയില്ല എവിടെയാണത് നിൽക്കുക എന്നുള്ളത്. സോ അത്ര നല്ലൊരു ഡേറ്റ അല്ല. അത് കാരണമാണ് പുതിയ സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാതിരിക്കുന്നത്. ഞാൻ പേഴ്സണലി 1-2 സ്റ്റോക്ക് എടുക്കുന്നുണ്ടായിരിക്കും. എനിക്കതിന് കൃത്യമായിട്ടുള്ളൊരു 4-5% SL കീപ്പ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് സൈഡിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാതിരിക്കുന്നത്. സോ ഇന്ന് ട്രേഡേഴ്സിന് സിറ്റുവേഷൻ അത്യാവശ്യമുണ്ട്. നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ നല്ല ഒരു 4-5 ലെവൽസ് ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നാലും നല്ലത് തന്നെയാണ്. 23,440, 23,350. പണ്ട് 440 വന്നിട്ടാണ് ഇത് തിരിച്ച് ബൗൺസ് ചെയ്ത് കയറിപ്പോയത്. അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ളത്. 440, 350, 240 എന്നിങ്ങനെ 3 ലൈൻസ് ഉണ്ട്. അതിനുശേഷം 23,100 ആണ് ഉള്ളത്.
സോ ഇത്രയും ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക. മേളിലേക്ക് ഇൻ കേസ് കയറിയാൽ 23,520, 23,600, 23,660, 23,720 എന്നിങ്ങനെ 4-5 ലൈൻസ് ഉണ്ട്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഞാൻ മോർണിംഗ് ജൂൺ വരെ ഞാൻ മോർണിംഗിൽ ഡേ ട്രേഡ് ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ അഗ്രസീവായിട്ട് പൊസിഷൻ എടുക്കാറില്ല. നിങ്ങൾക്ക് ഞാൻ ലെവൽ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്യുക. ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്ത് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.